7569 നമുക്കൊരു കാര്യം അറിയാം. നിങ്ങൾക്ക് 10 വരെയുള്ള ആൾക്കാരുടെ സ്ക്വയർ അറിയാലോ. ഈ കിടക്കുന്ന ഏതിലാണ് വരണതെന്നൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച്. ഇവിടെ 8ന്റെ സ്ക്വയർ 64. സോ ഹായ് ഓൾ, ഞാൻ വൈശാഖ് മാധവൻ. വെൽക്കം ടു എൻട്രി ബാങ്കിങ് മലയാളം യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് സ്ക്വയർ റൂട്ടും അതേപോലെ ക്യൂബ് റൂട്ടും കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. നമുക്ക് സിംപ്ലിഫിക്കേഷനിലും അല്ലാതെ കുറേ പ്രോബ്ലംസ് ചെയ്യുമ്പോഴൊക്കെ ഇത് ആവശ്യമായിട്ട് വരും. അപ്പോൾ നിങ്ങൾ വളരെ കുറേ സമയമെടുത്ത് ഫാക്ടറൈസ് ഒക്കെ ചെയ്തൊക്കെ കണ്ടുപിടിക്കുന്നവരുണ്ടാവും. എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം നോക്കാം. ഓക്കെ, നമ്മളെ ബാച്ചുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. അതിന് മുന്നേ നിങ്ങൾ അറിയുന്ന കാര്യമാണ്, യൂണിറ്റ് ഡിജിറ്റ് ഒന്ന് മനസ്സിലാക്കണം. സ്ക്വയർ വരുമ്പോൾ 1 യൂണിറ്റിൽ വന്നാൽ 1 ആണ്, 2 വന്നാൽ 4 ആണ്, 3 വന്നാൽ 9 ആണ്, 4 വന്നാൽ 16 ആണ്, 5 വന്നാൽ 5 ആണ്. അതേപോലെ ഏതാണ് 6 വന്നാൽ 6 ആണ്, 7 വന്നാൽ 9 ആണ്, 8 വന്നാൽ 4 ആണ്, 9 വന്നാൽ 1 ആണ്. അപ്പോൾ 1 വരുന്ന 2 ആൾക്കാരുണ്ട്, 9ഉം 81ഉം. 2 വരുന്ന എത്ര ആൾക്കാരുണ്ട്? ഇവിടെ 2 വന്നാലല്ല, സോറി, 4 വരുന്ന 2 ആൾക്കാരുണ്ട്, 9 വരുന്ന 2 ആൾക്കാരുണ്ട്, 6 വരുന്ന 2 ആൾക്കാരുണ്ട്, 5 വരുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ. 5 വരുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ. ക്ലിയർ? അപ്പം നമുക്ക് ജസ്റ്റ് ഇതൊന്ന് മൈൻഡിലുണ്ടാവണം. ജസ്റ്റ് നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കണേന്ന് നോക്കാം. 2 വാല്യൂസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ദാ സ്ക്വയർ ആണെങ്കിൽ എത്രയാണ്? സ്ക്വയർ ആണെങ്കിൽ റൈറ്റിൽ നിന്നും എത്ര എണ്ണം ഗ്രൂപ്പ് ചെയ്യണം? 2 എണ്ണം ഗ്രൂപ്പ് ചെയ്യാം. ബാക്കി അപ്പുറത്ത് വരുന്ന എത്ര എണ്ണം ആയിക്കോട്ടെ, 3 എണ്ണം ആയിക്കോട്ടെ, 4 എണ്ണം ആയിക്കോട്ടെ, നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. നിങ്ങൾ മിനിമം 30 വരെയുള്ള സ്ക്വയർ പഠിച്ചിരിക്കണം. 30യുടെ സ്ക്വയർ 900 വരെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. 9 വന്നാൽ ആരൊക്കെ വരും? 9 വന്നാൽ നമ്മൾ നേരത്തെ കണ്ടു, 3 വന്നാലും 9 വരും. ലാസ്റ്റ് 7 വന്നാലും 9 വരും. 3 വന്നാലും 9 വരും, 7 വന്നാലും 9 വരും. അങ്ങനെയാണെങ്കിൽ ഇനി ബാക്കിയുള്ളവനെയാണ് നമുക്ക് ആവശ്യം. 75ന് എടുത്തു. 75ന് തൊട്ട് താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ ആരാണ്? 75ന് തൊട്ട് താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ ആരാ? 64 ആണ്. അത് 64, 64. അതിന്റെ റൂട്ടാണ് നമുക്ക് ആവശ്യം. 8 ആണ്. 75ന്റെ തൊട്ട് താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയറിന്റെ റൂട്ട് എത്രയാണ്? 8 ആണ്. 8. അപ്പൊ നമ്മുടെ ആൻസർ എന്തൊക്കെ വരാം? ഒന്നില്ലെങ്കിൽ അത് 83 ആണ്, അല്ലെങ്കിൽ എന്താണ് 87 ആണ്. അവിടെയാണ് കൺഫ്യൂഷൻ. 2 ആൾക്കാർ യൂണിറ്റിൽ വരുമ്പോൾ വേറെ ഒന്നും ചെയ്യണ്ട. ഇവിടെ കിട്ടുന്ന വാല്യൂ 8 അല്ലേ? തൊട്ട് മേലുള്ള നമ്പർ എത്രയാ? 9 ആണ്. തൊട്ട് മേലുള്ള നമ്പർ എത്രയാ? 9 ആണ്. ആ 9നെ കൊണ്ടൊന്ന് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. 8 × 9 72 ആണ് വരുന്നത്. 8 × 9 72 ആണ് വരുന്നത്. ഇവിടെ എത്രയുണ്ട്? 75 ഉണ്ട്. കിട്ടുന്ന വാല്യൂ അവിടെ കിടക്കുന്ന വാല്യൂവിനേക്കാൾ ചെറുതാണെങ്കിൽ കിട്ടുന്ന വാല്യൂ അവിടെ കിട്ടുന്ന വാല്യൂ എത്ര? 72 അല്ലേ? ഇവിടെ എത്രയുണ്ട്? 75 ഉണ്ട്. അതിനേക്കാൾ വലുതാണ്. സോ എനിക്ക് വലിയ വാല്യൂ എടുക്കാം. 87 ആണ് ആൻസർ. ഇനി ഇവിടെ നിങ്ങൾക്ക് കിട്ടിയത് എത്രയാ? 70 ആണെന്ന് കരുതാം. ജസ്റ്റ് ഒരു എക്സാമ്പിളാ പറഞ്ഞത്. കിട്ടുന്ന വാല്യൂ 70 ആണെങ്കിൽ ഇവിടെ 70 ആണെങ്കിൽ എന്ത് തന്നെയാണ്? ഇവിടെ വലിയ വാല്യൂ അല്ലേ 75? അപ്പോഴും നിങ്ങൾക്ക് എന്തെടുക്കാം? 87 എടുക്കാം. ഇനി പറയുന്ന കാര്യം ശ്രദ്ധിക്കാം. ഇവിടെ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്തു, കിട്ടുന്ന വാല്യൂ 80 ആണ്. കിട്ടുന്ന വാല്യൂ എത്രയാ? 80 ആണ്. പക്ഷെ ഇവിടെ 80 ഉണ്ടോ? ഇല്ല. 80നേക്കാൾ ചെറുതാണ്. അപ്പൊ നമുക്ക് എന്ത് എടുക്കാൻ പറ്റുള്ളൂ? ചെറിയ വാല്യൂ ആയിട്ടുള്ള 3 എടുക്കാൻ പറ്റുള്ളൂ. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ ഇവിടെ എടുക്കുന്ന 8 × 9 ചെയ്തു, 72 ആണ്. ഇവിടെ 75 ഉള്ളത് കൊണ്ട്, അതിനേക്കാൾ വലിയ വാല്യൂ ഉള്ളത് കൊണ്ട് നമ്മൾ ഇവിടെ എടുക്കുന്നതിൽ വലിയ വാല്യൂ എടുത്തു. 87 ആണ് ആൻസർ. കിട്ടുന്ന വാല്യൂ ഈ 75നേക്കാൾ വലുതാണ് കിട്ടണമെങ്കിൽ നമുക്ക് എന്തെടുക്കാൻ പറ്റില്ല? വലിയ വാല്യൂ എടുക്കാൻ പറ്റില്ല. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്തത് നോക്കിയാൽ നിങ്ങൾ 5ന്റെ ആൾ 5 മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല. ഇവിടെ വേറെ ആളില്ല, ഒറ്റ ആളേ ഉള്ളൂ. അപ്പൊ എത്രയാ? 20ൽ തൊട്ട് താഴെ വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ എത്രയാ? 4 ആണ്. ആ 4 ഇവിടെ എഴുതിയാൽ മതി. 16ന്റെ റൂട്ട് 4. 20നേക്കാൾ തൊട്ട് താഴെ വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ 16 ആണ്. അതിന്റെ റൂട്ട് 4 എഴുതിയാൽ അവിടുത്തെ പണി കഴിഞ്ഞു. 5ന്റെ കേസിൽ മാത്രം. ബാക്കിയുള്ളവർ നമ്മളിതൊന്ന് ചെക്ക് ചെയ്യണം. ഇനി ഞാനൊരു ഈസി ട്രിക്ക് ഇവിടെ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചു. ഇവിടെ നിങ്ങൾക്ക് 7569
നമുക്കൊരു കാര്യം അറിയാം, നിങ്ങൾക്ക് 10 വരെയുള്ള ആൾക്കാരുടെ സ്ക്വയർ അറിയാലോ. ഈ കിടക്കുന്ന ഏതിലാണ് വരണതെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച്. ഇവിടെ 8ന്റെ സ്ക്വയർ 64. സോ 80 സ്ക്വയർ എത്രയാണ്? 6400 ആയിരിക്കും. അതേപോലെ ഇവിടെ എത്രയാണ്? 90യുടെ സ്ക്വയർ 8100 ആയിരിക്കും. കാരണം 9ന്റെ സ്ക്വയർ എത്രയാ? 81. അപ്പൊ ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലായി, ഇത് 80സിലാണ് വരിക. 80സിൽ 9 വരണമെങ്കിൽ ആരൊക്കെ വരണം? 83 അല്ലെങ്കിൽ 87. അതും കൺഫേമാ. ഇതിലേതെങ്കിലും ഒന്നാണ് ആൻസർ. ഇത് ആരുടെ അടുത്താണ് കിടക്കുന്നത്? 6400ന്റെ അടുത്താണോ 8100ന്റെ അടുത്താണോ? അടുത്തേക്കാണ് വരുന്നത്. സോ വലിയ വാല്യൂ ആണ് 87. ജസ്റ്റ് ഒന്ന് ആലോചിക്കുക കോമൺ സെൻസ് വെച്ച്. 4ഉം 6ഉം വന്നാൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ പഠിച്ച മെത്തേഡ് യൂസ് ചെയ്യണം. കാരണം വാല്യൂസിന്റെ അകലം കുറവായിരിക്കും. ഇപ്പൊ 84ന്റെ സ്ക്വയറും 86ന്റെ സ്ക്വയറും എന്താണ്? അധികം ഡിസ്റ്റൻസ് ഉണ്ടാവില്ല. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് എല്ലാം പഠിച്ചു കഴിഞ്ഞവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ട്രിക്കാണ് ഞാൻ ഈ പറഞ്ഞത്. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. പ്രധാനമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ആ കാര്യം ഫോക്കസ് ചെയ്യുക. ഓക്കെ അല്ലേ? എല്ലാവർക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ക്യൂബ് റൂട്ട് 5ന്റെ കേസ് പറഞ്ഞു തന്നില്ലേ ഞാൻ? അതേപോലെ എളുപ്പമാണ് ക്യൂബ് റൂട്ട്. കാരണം എന്താ? ഇവിടെ ഒറ്റ വാല്യൂസ് ആണ് വരുന്നത്. 1ന് 1 ആണ്, 2ന് 8 ആണ്, 3ക്ക് 7 ആണ്, 4ന് 4 ആണ്, 5ന് 5 ആണ്, 6ന് 6 ആണ്, 7ന് 3 ആണ്, 8ന് 12 ആണ്, 9ന് 9 ആണ്. ശ്രദ്ധിക്കേണ്ട കാര്യം 2വിന് 8ഉം 8ന് 2 ആണ്, 3ക്ക് 7ഉം 7 വന്നാൽ 3 ആണ്. ഇത്രമാത്രം ശ്രദ്ധിച്ചാൽ മതി. എല്ലാവർക്കും ഒരാളേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. ഈ വാല്യൂ ജസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യണം? 3 എണ്ണം റൈറ്റിൽ നിന്നും 3 ആൾക്കാരെ ഗ്രൂപ്പ് ചെയ്യണം. കാരണം ക്യൂബ് റൂട്ടാണ് കണ്ടുപിടിക്കുന്നത്. ക്യൂബ് റൂട്ടാണ്. 6 വരണമെങ്കിൽ ആര് വരണം? 6 വരണം. അപ്പൊ നമ്മൾ പഠിക്കേണ്ട കാര്യമുണ്ട്. ഞാൻ നേരത്തെ 10 ആൾക്കാരെ എഴുതി വെച്ചിരുന്നു. മിനിമം ഒരു 15 വരെയുള്ള ക്യൂബ് റൂട്ട് പഠിച്ചു വെക്കുക. മിനിമം ഒരു 15 വരെയുള്ള ക്യൂബ് റൂട്ട് എന്ത് ചെയ്യണം? ബൈ ഹാർട്ട് ചെയ്യണം. എന്നാലേ ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത ആൾ ആരാന്ന് നോക്കുക. 97 ആണ്. 97 നേരത്തെ അവിടെ ചെയ്ത പോലെ തന്നെ അവിടെ സ്ക്വയർ ആണ് എടുത്തത്, ഇവിടെ ക്യൂബ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ 97 തൊട്ട് താഴെയുള്ള സ്ക്വയർ അല്ല ക്യൂബ് റൂട്ട് അല്ലേ? ക്യൂബ് ആണ് കണ്ടുപിടിക്കുന്നത്. 97 തൊട്ട് താഴെയുള്ള ക്യൂബ് ആരാണ്? പെർഫെക്റ്റ് ക്യൂബ് ആരാണ്? 64 ആണ്. 4ന്റെ ക്യൂബ് ആണ് 64. അപ്പൊ നമ്മളിവിടെ എന്ത് എഴുതി കൊടുത്തു? 4 എഴുതി കൊടുത്തു. കഴിഞ്ഞു. 46ന്റെ ക്യൂബായി കിടക്കുന്നേ. 46ന്റെ ക്യൂബായി കിടക്കുന്നേ. 3 എണ്ണം ഗ്രൂപ്പ് ചെയ്യാം. യൂണിറ്റ് ഡിജിറ്റ് നോക്കുക. ബാക്കിയുള്ളവന്റെ തൊട്ട് താഴെയുള്ള പെർഫെക്റ്റ് ക്യൂബ് ഏതാണെന്ന് നോക്കുക. അതിന്റെ ക്യൂബ് റൂട്ട് എഴുതി കൊടുക്കുക. കഴിഞ്ഞു. ഈസിയാണ്. അടുത്ത ആള് ഇതാ ചെയ്ത് നോക്കാം. 9 വരണമെങ്കിൽ എത്ര തന്നെയാണ് വരിക? 9 തന്നെയാണ് വരിക. 9 വരണമെങ്കിൽ 9 തന്നെയാണ് വരിക. 704 ആണ് ഇനി ബാക്കിയുള്ള 704. 704 തൊട്ട് താഴെയുള്ള പെർഫെക്റ്റ് ക്യൂബ് ആരാ? 512. ദാ ഇവിടെ ഉണ്ട്. 512 8ന്റെ ആണ്. എഴുതി കൊടുത്തു. 89ന്റെ ക്യൂബാണ് ഈ കിടക്കുന്നത്. ക്ലിയർ അല്ലേ? 89ന്റെ ക്യൂബാണ് ഈ കിടക്കുന്നത്. അതേപോലെ നിങ്ങൾ തന്നെ കുറച്ചധികം നമ്പേഴ്സ് ക്യൂബുകൾ കണ്ടുപിടിച്ചിട്ട് അതിന്റെ ക്യൂബ് റൂട്ട് കണ്ടുപിടിച്ചേ പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? അത് ക്ലിയർ ആവുള്ളൂ. അതേപോലെ എപ്പോൾ നോക്കിയാലും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടില്ല? സ്പീഡ് കിട്ടില്ല. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു കൺസെപ്റ്റ്. അപ്പൊ താങ്ക് യു.